ഹായ് എവരി വൺ. ഇന്ന് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിൽ IPO നടന്നുകൊണ്ടിരിക്കുന്ന മമത മെഷീനറി എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല റിട്ടേൺ തരുന്ന കമ്പനിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് നോക്കാമെന്നാണ്. മമത മെഷീനറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് മെഷീനറീസ് ആണ്. അതായത് കൊമേഴ്സ് രംഗത്തും അതുപോലെ തന്നെ പല രീതിയിലുള്ള ബാക്ക് പാക്കിങ്, പ്ലാസ്റ്റിക് എക്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള പല രീതിയിലുള്ള പൗച്ചസ്, അതുപോലെ തന്നെ സീൽ പൗച്ചിങ് മെഷീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം 4500ഓളം മെഷീൻസ് 75ഓളം കൺട്രീസിൽ അവർ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കമ്പനിയുടെ എക്സ്പോർട്ട് കൺട്രീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ബംഗ്ലാദേശ് മുതൽ വിയറ്റ്നാം, ചൈന, ഇന്തോനേഷ്യ, ബഹ്റൈൻ, കുവൈത്ത്, ഇറാൻ, ജോർദാൻ, അതുപോലെ തന്നെ ഈജിപ്ത്, അങ്ങനെ ഏകദേശം 75ഓളം കൺട്രീസിൽ ഈ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ളത് ഏകദേശം USA തന്നെയുള്ള ഈ കമ്പനിയുടെ തന്നെ ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള 2 സബ്സിഡറി കമ്പനീസും ഈ കമ്പനീൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. മമത മെഷീനറി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, വിച്ച് ഈസ് ഇൻ USA. ഈ കമ്പനിയുടെ IPO എന്ന് പറയുന്നത് OFS കാറ്റഗറിയിൽ വരുന്ന IPO ആണ്. ഓഫർ ഫോർ സെയിൽ എന്നുള്ള കാറ്റഗറിയാണ്, വിച്ച് ഈസ് ലൈക്ക് 100% അവരുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസ് പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. 129 കോടിയുടെ ഷെയറാണ് അവർ പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള അവരുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2022 മാർച്ചിൽ വരുമ്പോൾ 21 കോടിയായിരുന്നു. 2023 നോക്കുമ്പോൾ നല്ല ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, 22.5 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 മാർച്ചിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 36 കോടിയിലേക്കുള്ള വളർച്ച അവർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വളരെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ 2020 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2020 1 കോടി മാത്രമേ അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2021 ആയ കാലഘട്ടത്തിൽ ഒരു 15 കോടിയും, പിന്നീട് 26 കോടിയിലേക്കും, പിന്നീട് 22 കോടിയിലേക്കും, പിന്നീട് 36 കോടിയിലേക്കും അവരുടെ നെറ്റ് പ്രോഫിറ്റ് മാറി എന്നുള്ളതാണ്. അപ്പോൾ 1989 മുതലുള്ള കമ്പനിയിൽ എന്തുകൊണ്ട് ഏകദേശം ഇങ്ങനെയുള്ള ഒരു മാറ്റം വന്നു എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷേ അതിൻ്റെ മുന്നേയുള്ള ഡാറ്റ കിട്ടാത്തതിനെ കൊണ്ട് തന്നെ എനിക്ക് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എനിവേ ഈ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു 1989 മുതലുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2020 കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇത്രയും കുറവ് വന്നു എന്നുള്ളത് ശരിക്കും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതൊഴികെ മറ്റെന്തിലേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസം തരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് ഒരു ലോങ് ടേം വ്യൂ തരുന്ന കമ്പനിയായിട്ട് തന്നെയാണ് മമത മെഷീനറീസിനെ കാണുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇന്ത്യയിലും USA ഈ കമ്പനിക്ക് ഒരു മാനുഫാക്ചറിങ് ലൊക്കേഷൻ ഉണ്ട് എന്നുള്ളത് അവരുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനും അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റ് ഡിമാൻഡ്സിനനുസരിച്ച് കാര്യങ്ങൾ സപ്ലൈ ചെയ്യാനും മെഷീൻസ് അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് സപ്ലൈ ചെയ്യാനൊക്കെ വളരെയധികം ഈസിയാണ്. പക്ഷേ ഏകദേശം 75 കൺട്രീസിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. അവർക്ക് ഒരു ലാർജർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ ബേസും അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കമ്പനീൻ്റെ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഫോർകാസ്റ്റിംഗ് രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് രംഗത്തും ഈ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പാക്കേജിങ് മെഷീൻസിൻ്റെ സാന്നിധ്യം വളരെയധികം ആവശ്യമായതിനെ കൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഒരു ഇൻഹൗസ് ടീം ഉണ്ട് എന്നുള്ളതും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മമത മെഷീനറീസിനെ അപേക്ഷിച്ചിടത്തോളം അവരുടെ 30% റവന്യൂ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 10 കസ്റ്റമേഴ്സിൽ നിന്നാണ്, വിച്ച് ഈസ് അവരുടെ ഒരു വീക്ക്നെസ്. അവിടെ ആ കമ്പനിയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ 10 കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് കമ്പനിയിൽ നിന്നും പോയി കഴിഞ്ഞാൽ, കമ്പനി മറ്റേതെങ്കിലും കമ്പനി ബെസ്റ്റ് ഓഫേഴ്സ് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു വരുമാനം നിന്നു പോകുമെന്നുള്ളത് വളരെ കൺസേൺ തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ലോങ് ടേം വ്യൂയിലൊക്കെ നോക്കുമ്പോൾ വിച്ച് ഈസ് ഗുഡ്. IPOക്ക് അവർ ഇഷ്യൂ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത്, ബുക്ക് ബിൽഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 230-നും 243-നും ഇടയിലാണ്. അതുപോലെ തന്നെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 61 ക്വാണ്ടിറ്റിയാണ് മിനിമം വരുന്നത്. പക്ഷേ ഇതിൽ നമ്പർ ഓഫ് ഷെയർസ് നമ്മുടെ റീറ്റെയിലേഴ്സിന് വേണ്ടി വെച്ചത് 51,78,277 ഷെയർസാണ് റീറ്റെയിലേഴ്സിന് വേണ്ടി വെച്ചിട്ടുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു 125 കോടിയുടെ പോർഷനും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിനും വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ കുറച്ചൊരു നമുക്കൊരു പേടി തരുന്ന ഒരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DIIസിനും FIIസിനുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റി കുറയുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. എന്നാലും കുഴപ്പമില്ല, വലിയൊരു പോർഷൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്.
അവരുടെ സബ്സ്ക്രിപ്ഷൻ ഡാറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസം തന്നെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 19-ാം തീയതിയാണ്, ആ 19-ാം തീയതി തന്നെ ഏകദേശം 16 ടൈംസ് അവർക്ക് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് തന്നെ നമുക്കൊരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. എനിവേ, ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റിംഗ് ഡേ ഗെയിന് നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഈ മമത മെഷീനറി എന്ന് പറയുന്നത്. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണെങ്കിലും ഏകദേശം നിലവിലുള്ള കണ്ടീഷനിൽ ഗ്രേ മാർക്കറ്റിൽ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് 260 രൂപ പ്രീമിയത്തിലാണ്. ഏകദേശം 243 രൂപക്ക് വാങ്ങിച്ച ആൾക്ക് 100% റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് അവരുടെ നിലവിലുള്ള കണ്ടീഷൻ കാണിക്കുന്നത്. ഒരു ലോങ് ടേം വ്യൂവിൽ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെയിറ്റ് ചെയ്യണമെന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്വാർട്ടർലി റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം, ഇനി വരുന്ന ക്വാർട്ടർലി റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എനിക്ക് കൺസേൺ ആയിട്ട് തോന്നിയ ഒരു ഏരിയ എന്ന് പറയുന്നത് 2020 മുതലുള്ള ഫണ്ടമെൻ്റൽസ് നോക്കിയ സമയത്ത് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ള 1989 മുതലുള്ള കമ്പനിയിൽ 2020 എന്തുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് 1 കോടിയായി, അതുപോലെ തന്നെ പിന്നീട് അത് നല്ല ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വളർച്ച വന്നത് മാതിരി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു 10 കമ്പനികൾ മാത്രമാണ് അവരുടെ റവന്യൂ കംപ്ലീറ്റ് ആയിട്ട് 30% കമ്പനി റവന്യൂ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കൊണ്ട് തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം, ഇനിയുള്ള വളർച്ചകൾ നോക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ അപ്ലൈ ചെയ്തോളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 to 50% ലിസ്റ്റിംഗ് ഡേ ഗെയിന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ കമ്പനിയിൽ കാണുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ഡൗൺ ബിലോ.